സോ യെസ്, ഇന്നെന്ന് പറഞ്ഞ ഒരു ട്രെയിലർ ഡേ ആണ്. തുടരും, ആലപ്പുഴ ജിംഖാന, അതേപോലെ തന്നെ ബസൂക്ക. മമ്മൂട്ടിയുടെ വൺ ഓഫ് ദ സ്റ്റൈലിഷ് ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്കൊക്കെ. മാൻ, സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവൽ തന്നെയാണ് പുള്ളിക്കാരൻ. നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ഗൗതം മേനോൻ. He's Benjamin Joshua, ACP, Cochin City. He had a strong team. And they all were well trained. He is Mr. Nobody. Yeah, he's here. But definitely somebody. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റൈലിഷ് ക്യാരക്ടറാണ്. ഒരു രക്ഷയില്ല. മുടിയൊക്കെ വളർത്തി. നമ്മുടെ കോവിഡിന് ശേഷം ഏകദേശം ഭീഷ്മപർവത്തിലാണ് പുള്ളിക്കാരൻ അവസാനമായിട്ട് മുടിയൊക്കെ ഇത്തിരി നീട്ടി വളർത്തിയാണെന്ന് തോന്നുന്നു. ആ ലുക്കൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അതേപോലെ സ്ക്രീൻ പ്രസൻസ് അത് പറയാതിരിക്കാൻ വയ്യ. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ I don't think so. Because that's too simple a word to describe it. ആ ഷെവർലെറ്റിന്റെ വണ്ടി ആ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഈ സാധനം. കാരണം റീൽസിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടായിരുന്നു. അതിന്റെ ഓണറിന്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നൈസ് വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി. ഇതൊരു കളിയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഈ കളിയുടെ അവസാനം മോക്ഷമാണ്. ഗെയിം പ്ലാൻ. ഇപ്പൊ എല്ലാ സിനിമയിലും ഈ തെയ്യം ഉണ്ട്. തെയ്യവും ഈ ഉത്സവവും എല്ലാം കാണിക്കുന്നുണ്ടായിരുന്നില്ല. തുടരും ആ ട്രെയിലറിൽ ഇതുണ്ടായിരുന്നു. സോ യെസ്, മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കർമ്മത്തിന്റെ പടവുകൾ ഉണ്ടാകും. ഒപ്പം കാമത്തിന്റെ സ്വീകാരം മുഴക്കുന്ന ശുദ്ധശക്തികൾ നിങ്ങളെ നിമ്മടിയിലേക്ക് പതിപ്പിക്കും. കുരയ്ക്കുന്ന പട്ടികളൊന്നും കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടിയപ്പോന്ന് എന്റെ മോനെ, സീൻ ഡയലോഗ്, ഒരു രക്ഷയില്ലാത്ത ഡയലോഗ് കേട്ടത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മൂട്ടി ഫൈറ്റ് ചെയ്യണ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഫൈറ്റിലൊരു സ്വാഗില്ലാത്ത മനുഷ്യനാണ് ഇങ്ങനെ ഫൈറ്റിന്റെ കാര്യത്തിൽ. പക്ഷെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രായം ഒരു ഫാക്ടർ തന്നെയാണ്. അതിൻ്റെ ഒരു ഇത് വെച്ച് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ എനിക്ക് പണ്ട് മുതലേ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്ന വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒരു സുഖം തോന്നാറില്ല എനിക്ക് ഒരിക്കലും. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രീൻ പ്രസൻസും ബാക്കി സ്വാഗും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ശരിക്കും അവസാനം എഴുതി കാണിച്ച ശ്രദ്ധിച്ചായിരുന്നു. സ്ക്വിഡ് ഗെയിമിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് ആയിരുന്നു. അവസാനം അതേപോലെ പാവയൊക്കെ കാണിക്കുന്നുണ്ട്, രാക്ഷസൻ പോലെ തന്നെ. എന്തായാലും ഇതൊരു ത്രില്ലറാണ്. അറിയാലോ, ക്രൈം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്ന ആ ഒരു ഇതാണ് രാക്ഷസൻ എന്ന് പറയുന്ന സിനിമ. കാരണം അതൊരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ അതുപോലെ എനിക്ക് ഓർമ്മ വന്നേ ഉള്ളൂ. കാരണം അവസാനം ഒരു പാവയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ട്രെയിലർ കൊള്ളാം, നല്ലൊരു സാധനമാണ്, കൊള്ളാം. ഏപ്രിൽ 10 ഞാനും വെയിറ്റിംഗ് ആണ്. സോ യെസ്.